ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്, ഹാപ്പി സൺഡേ, ഹാപ്പി അക്ഷയ തൃതീയ. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മ്യൂച്വൽ ഫണ്ടുകൾ ഏറ്റവും അധികം വാങ്ങിക്കൂട്ടിയ സ്റ്റോക്കുകളാണ്. അപ്പോൾ അത് ഏതൊക്കെ സ്റ്റോക്കുകളാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുന്നേ ഡിസ്ക്ലെയിമർ ആവർത്തിക്കുന്നു, ഞാൻ സെബി രജിസ്റ്റർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. നിങ്ങളും കൂടി എന്ത് ചെയ്യുക, സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ഫണ്ടമെന്റൽസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിലൊരു 11 സ്റ്റോക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു വർഷത്തിൽ 250% ഉയർന്ന സ്റ്റോക്കുകളാണ്. മാത്രമല്ല ഈ സ്റ്റോക്കുകൾ തുടർന്ന് ഉയരാനുള്ള സാധ്യത ഉണ്ട്. അതായത് 1 lakh 3.5 lakhs ആയിട്ട് മാറ്റിയ 11 ഓരികളാണ്. അത് ഏതൊക്കെ സ്റ്റോക്കുകളാണെന്ന് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന സ്റ്റോക്ക് MTAR ടെക്നോളജീസ്. ഈ ഒരു സ്റ്റോക്കാണ് 4,858 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ ഡിഫൻസ്, എയറോസ്പേസ്, ന്യൂക്ലിയർ ആൻഡ് ക്ലീൻ എനർജി സെക്ടറിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ക്യാപിറ്റൽ ഗുഡ്സിൽ 6th പ്ലേസിലാണ് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ മാത്രം ഈ ഒരു സ്റ്റോക്ക് 246% ഉയർന്നിരിക്കുന്നത്. അപ്പോൾ 1,404 റുപ്പീസിൽ നിന്ന് ഇപ്പോൾ 4,858 റുപ്പീസിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ ഹോൾഡ് ചെയ്യുന്നത് 52 ആണ്. ഹോൾഡിംഗ് വാല്യൂ 2,503 crores. ഇതാണ് ആദ്യത്തെ സ്റ്റോക്ക്. അപ്പോൾ ഇവരുടെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ PE 220, എന്നാലും കുറച്ച് കൂടുതൽ തന്നെയാണ്. എന്നാലും മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ്സ് നല്ല ഉയർന്നിട്ടുള്ള സ്റ്റോക്കാണ്. അപ്പോൾ ഇത് നിങ്ങളും കൂടി അനലൈസ് ചെയ്യുക, അതിൻ്റെ ഫണ്ടമെന്റൽസ് ഒക്കെ ചെക്ക് ചെയ്തൊക്കെ. FI ഹോൾഡിങ്സും വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റോക്ക് ക്വാളിറ്റി പവർ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്. ഈ ഒരു സ്റ്റോക്കാണ് 1,206 റുപ്പീസിൽ കറന്റ് ട്രേഡ് ചെയ്യുന്നു. ഇപ്പോൾ എനർജി ട്രാൻസിഷൻ എക്യുപ്മെന്റ് പവർ ടെക്നോളജീസിൽ വരുന്ന സ്റ്റോക്കാണ്. 2001 മുതലേ ഉള്ള ഒരു സ്റ്റോക്കാണ്. ഒരു വർഷത്തിൽ തന്നെ 245% ഉയർന്നിരിക്കുകയാണ്. 350 രൂപയിൽ നിന്ന് ഇപ്പോൾ 1,206 രൂപയിലുണ്ട്. മ്യൂച്വൽ ഫണ്ടുകൾ ഹോൾഡ് ചെയ്യുന്നത് 19 ആണ്. ഹോൾഡിംഗ് വാല്യൂ 248 crores. ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ PE 87.3 ആൻഡ് ROE ബെറ്റർ ആണ്. അപ്പോൾ ഇത് ഈ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. നല്ല ഒരു ഗ്രോയിങ് സ്റ്റോക്ക് തന്നെയാണ്. പിന്നെ തേർഡ് സ്റ്റോക്കിലേക്ക് കിടക്കാം, ലൂമാക്സ് ഓട്ടോ ടെക്നോളജീസ്. ഇതാണ് തേർഡ് സ്റ്റോക്ക്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് 1 ഇയറിൽ 232% ആണ് ഉയർന്നിരിക്കുന്നത്. 540 റുപ്പീസിൽ നിന്ന് ഇപ്പോൾ 1,795 എത്തിയിരിക്കുകയാണ്. മ്യൂച്വൽ ഫണ്ടുകൾ ഹോൾഡ് ചെയ്യുന്നത് 22. അവരുടെ വാല്യൂ 1,495 crores ആണ്. അപ്പോൾ ഇത് 1,795 റുപ്പീസിൽ ട്രേഡ് ചെയ്താൽ PE 47, അതുപോലെ ROC 19%, ROA 20% ഉണ്ട്. 1981 മുതലേ ഉള്ള സ്റ്റോക്കാണ്. ഓട്ടോമോട്ടീവ്, ലാംപ്സ്, അതുപോലെ 2, 3 ആൻഡ് 4 വീലർ സെഗ്മെന്റ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. 7 ഗ്ലോബൽ പ്ലെയേഴ്സുമായിട്ട് ഇവർക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇവരുടെ മെയിൻ പോസിറ്റിവിറ്റി. ഓട്ടോമൊബൈൽ, ഓട്ടോ കമ്പോണൻസിൽ ലാസ്റ്റ് പ്ലേസിൽ വരും. നെക്സ്റ്റ് സ്റ്റോക്ക് നോക്കാം, സ്റ്റെർലൈറ്റ് ടെക്നോളജീസ്. സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് 1 ഇയറിൽ 213% ആണ് വർദ്ധിച്ചിരിക്കുന്നത്. 84 റുപ്പീസിൽ നിന്ന് 263 വന്നിരിക്കുകയാണ്. അത് 21 മ്യൂച്വൽ ഫണ്ടുകളാണ് ഹോൾഡ് ചെയ്യുന്നത് ഈ സ്റ്റോക്ക്. അതുപോലെ ഹോൾഡിംഗ് വാല്യൂ 637 crores ആണ് വരുന്നത്. ഓക്കെ, ഇവരുടെ പ്രൈസിനേക്കാളും PE വളരെ കൂടുതലാണ്. അതൊരു നെഗറ്റീവ് സൈഡാണ്. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തോളുക. അപ്പോൾ ജസ്റ്റ് ഇൻഫോർമേഷന് വേണ്ടി ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓരോ കാര്യങ്ങളും വാല്യുവേഷൻ എല്ലാം നോക്കണം. നെഗറ്റീവ്സും കണ്ടോ, ഒത്തിരി നെഗറ്റീവ്സ് ഈ ഒരു സ്റ്റോക്കിന് ഉണ്ട്. ബട്ട് മ്യൂച്വൽ ഫണ്ട് 21 ഹോൾഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ സ്റ്റോക്ക് പറയുന്നു. എന്നിട്ട് ഇതെല്ലാം വാല്യുവേഷൻ ഫണ്ടമെന്റൽസ് നല്ല ചെക്ക് ചെയ്തതിന് മാത്രം ഇൻവെസ്റ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇന്ത്യൻ മെറ്റൽസ് ആൻഡ് ഫെറോയ്സ്. സോ 1,565 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു ഈ ഒരു സ്റ്റോക്ക്. 152% ആണ് 1 ഇയറിൽ ഇൻക്രീസ് ആയിരിക്കുന്നത്. 622 റുപ്പീസിൽ നിന്ന് 1,565 എത്തിയിരിക്കുകയാണ്. മ്യൂച്വൽ ഫണ്ടുകളുടെ എണ്ണം എന്ന് വെച്ചാൽ 11. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിന്റെ വാല്യൂ, ഹോൾഡിംഗ് വാല്യൂ 11 crores ആണ്.
സോ ഈ സ്റ്റോക്ക് ഒരു മെറ്റൽസ് ആൻഡ് മൈനിങ്ങിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. മെറ്റൽസ് ആൻഡ് മൈനിങ്സിൽ ലീഡിംഗ് ആയിട്ട് വരുന്നു. കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ഗ്രോയിങ് സ്റ്റോക്ക് തന്നെയാണ്. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പി നല്ല കുറവാണ്, വാലുവേഷൻ കൊള്ളാം, നല്ല ഡിവിഡൻഡ് ബിൽഡിംഗ് ആണ്. സോ ഇങ്ങനത്തെ സ്റ്റോക്കൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് അപ്പോളോ മൈക്രോ സിസ്റ്റംസ്. ഓക്കെ, അപ്പോൾ 283 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഈ സ്റ്റോക്കിനും കണ്ടോ പി ഇ വളരെ കൂടുതലാണ്, 113 ഒക്കെ ഉണ്ട് പി ഇ. അതൊരു നെഗറ്റീവ് തന്നെയാണ്. ബട്ട് ഈ സ്റ്റോക്കും 1 ഇയറിൽ 136% ഉയർന്നിരിക്കുകയാണ്. അതുപോലെ 120 റുപ്പീസിൽ നിന്ന് 283 വന്നിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്യുന്ന എണ്ണം 17, പിന്നെ ഹോൾഡിംഗ് വാല്യൂ 99 ക്രോർസ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ക്യാപിറ്റൽ ഗുഡ്സിൽ വരുന്ന ലാസ്റ്റ് പ്ലേസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. നെക്സ്റ്റ് വരുന്നത് ടി ഡി പവർ സിസ്റ്റംസ്. ടി ഡി പവർ സിസ്റ്റംസ് ആണ് വരുന്നത്. അപ്പോൾ ഇവർ എ സി ജനറേറ്റർ, ഇലക്ട്രിക് മോട്ടോഴ്സിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. 997 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1 ഇയറിൽ തന്നെ 127% ആണ് വർദ്ധിച്ചിരിക്കുന്നത്. അതായത് 438 റുപ്പീസിൽ നിന്ന് ഇപ്പോൾ 997 വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ മ്യൂച്വൽ ഫണ്ടിന്റെ എണ്ണം 72, അതുപോലെ മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്യുന്ന വാല്യൂ 2531 ക്രോർസ് ആണ്. ഡിവിഡൻഡ് ബിൽഡിംഗ് സ്റ്റോക്കാണ്. ROC ROE ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. ഡെപ്റ്റ് ഇക്വിറ്റിയും കുറവ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് പോസിറ്റീവ് സ്റ്റോക്ക്. പോസിറ്റീവ് കാര്യം എന്ന് പറയുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട് ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട്. നെഗറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് ബുക്ക് വാല്യൂവിനെക്കാളും 16 ടൈംസ് ട്രേഡ് ചെയ്യുന്നു. പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറഞ്ഞു എന്നുള്ളത്. പക്ഷെ ക്യാപിറ്റൽ ഗുഡ്സിൽ ലാസ്റ്റ് പ്ലേസിലാണ് ഈ സ്റ്റോക്ക് വരുന്നത്. നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക് നോക്കാം. നെക്സ്റ്റ് ആക്സിസ് കേഡ്സ് ടെക്നോളജീസ്. ആക്സിസ് കേഡ് ടെക്നോളജീസ് 1886 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1 ഇയറിൽ 122% ആണ് വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ 850 മുതൽ 1886 റുപ്പീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 12 എണ്ണമാണ് മ്യൂച്വൽ ഫണ്ടുകൾ ഇതിൽ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ 91 ക്രോർസ് ആണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് പി കുറവ് തന്നെയാണ്. ബട്ട് എന്നാലും ROC ROEക്ക് കുഴപ്പമില്ല. പിന്നെ ഡിവിഡൻഡ് ഈൽഡിംഗ് ഇല്ല. സോ ഡിവിഡൻഡ് ഈൽഡിംഗ് സ്റ്റോക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. കാരണം ഒത്തിരി വേറെ നെഗറ്റീവ്സ് ഉണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആയിട്ടുണ്ട്, പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറഞ്ഞിട്ടുണ്ട്, റിട്ടേൺ ഓൺ ഇക്വിറ്റി കുറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് പ്രോഫിറ്റ് വന്നിട്ടും ഡിവിഡൻഡ് തരുന്നില്ല സ്റ്റോക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് സൺസെറ ടെക്നോളജീസ് ആണ്. ഓക്കെ, സൺസെറ ടെക്നോളജീസ് 2378 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1 ഇയറിൽ തന്നെ 110% ഉയർന്ന സ്റ്റോക്കാണ്. അതായത് 1132 നിന്ന് 2378 വന്നിരിക്കുന്നു. മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്യുന്ന എണ്ണം 50, പിന്നെ വാല്യൂ ഹോൾഡിംഗ് വാല്യൂ 3391 ക്രോർസ് ആണ്. അപ്പോൾ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പി കുഴപ്പമില്ല, നല്ല ഡിവിഡൻഡ് ഈൽഡിംഗ് ഉണ്ട്, ഡെപ്റ്റ് ഇക്വിറ്റി കുറവാണ്. പിന്നെ അതുപോലെ ഓട്ടോമൊബൈൽ സെക്ടറിൽ തന്നെ ലാസ്റ്റ് പ്ലേസിൽ, എന്നാൽ ഒരുവിധം ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് തങ്കമയിൽ ജ്വല്ലറി. 4211 റുപ്പീസിൽ ഒരു വർഷത്തിൽ ഈ ഒരു സ്റ്റോക്ക് 106% ആണ് ഉയർന്നിരിക്കുന്നത്. 2045 റുപ്പീസിൽ നിന്ന് ഇപ്പോൾ 4211 വന്നിരിക്കുന്നു. മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്യുന്നത് 22, ഹോൾഡിംഗ് വാല്യൂ 21,492 ക്രോർസ് ആണ് വന്നിരിക്കുന്നത്. ഇതൊരു നല്ല സ്റ്റോക്കാണ്. കാരണം പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പി കുറവ്, ROC ROE ഒക്കെ കുഴപ്പമില്ല, ഡിവിഡൻഡ് ഈൽഡിംഗ് സ്റ്റോക്കാണ്. പിന്നെ അതുപോലെ തന്നെ കൺസ്യൂമർ ഡ്യൂറബിൾസിൽ 3rd ലീഡിംഗ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റലി നല്ലൊരു ഗ്രോയിങ് സ്റ്റോക്കായതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നത് ശ്രീരാം പിസ്റ്റൺസ് ആൻഡ് റിങ്സ്. ഈ ഒരു സ്റ്റോക്കാണ്. ഓക്കെ, 3736 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ 1 ഇയറിൽ ഈ ഒരു സ്റ്റോക്ക് 99% ഉയർന്നിരിക്കുകയാണ്. അതായത് 1877 റുപ്പീസിൽ നിന്ന് ഇപ്പോൾ 3736 റുപ്പീസിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഓട്ടോമോട്ടീവ്, ഡൊമസ്റ്റിക് ആൻഡ് അതുപോലെ പിസ്റ്റൺസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ 20 മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്യുന്നത്. 2583 ക്രോർസ്
1 ഇയറിൽ 99% വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ PE കുറവ് തന്നെയാണ്. ROE ബെറ്റർ ആയിട്ടുണ്ട്. ഡിവിഡൻഡ് yielding 0.27. ഡെപ്റ്റ് ടു ഇക്വിറ്റിയും വളരെ കുറവാണ്. നല്ലൊരു സ്റ്റോക്കാണ്. ഈ ഒരു ഓട്ടോമൊബൈൽ കമ്പോണൻസിൽ ലാസ്റ്റ് പ്ലേസിലാണ്. എന്നാൽ നല്ലൊരു ഗ്രോയിങ് സ്റ്റോക്ക് തന്നെയാണ്. FI ഹോൾഡിങ്സ് വർദ്ധിച്ചിട്ടുണ്ട്. ഈ 11 സ്റ്റോക്കുകളിലാണ് മ്യൂച്വൽ ഫണ്ടുകൾ ഹോൾഡിങ്സ് കണ്ടിന്യൂസ് ആയിട്ട് വെച്ചിട്ടുള്ളത്. മാത്രമല്ല 1 ഇയറിൽ നല്ല ഒരു റിട്ടേൺസ് തന്നിരിക്കുന്ന സ്റ്റോക്കുകൾ. അപ്പോൾ ഈ വീഡിയോ പ്രയോജനപ്പെട്ടാൽ മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ, ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഹൗ ടു ലേണിംഗ് വീഡിയോസ് 50ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. മലയാളം ഷെയറുടെ തന്നെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്യുന്ന കോൾസുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.